വൃദ്ധ ദമ്പതികളെ മകനും മരുമകളും ചേർന്ന് വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ ശ്രമിക്കുന്നതായി പരാതി. കട്ടപ്പന കുന്നളംപാറ ശാന്തിപ്പടി കൊല്ലപ്പള്ളിൽ ദിവാകരൻ, ഭാര്യ കമലമ്മ എന്നിവരെയാണ് മകൻ പ്രസാദും ഇയാളുടെ ഭാര്യ രജനിയും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നതായാണ് പരാതി ഉയർന്നിട്ടുള്ളത്. 6 വർഷം മുമ്പ് പ്രസാദ് മാതാപിതാക്കളുടെ പക്കൽ നിന്നും നിർബന്ധപൂർവം ആകെയുള്ള 10 സെന്റ് സ്ഥലവും വീടും എഴുതി വാങ്ങിയിരുന്നു. 2 ആൺകുട്ടികളുടെ മാതാവായ രജനിയെ ഇയാൾ 1 വർഷം മുമ്പ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് താമസവും ആരംഭിച്ചു. ഇതിനുശേഷം നിരന്തരം ഉപദ്രവിക്കുവാനും വീട്ടിൽ നിന്ന് ഇറക്കിവിടാനും ശ്രമിക്കുന്നതായി കമലമ്മ ആരോപിക്കുന്നു. അങ്ങനെ ഭീഷണിപ്പെടുത്തി മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കാരണവരോട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പം അത് എഴുതി കൊടുത്തു. കാരണവർ കൊടുക്കുകയില്ലായിരുന്നു. അപ്പോൾ ഞാൻ നിർബന്ധിച്ചു. ഞങ്ങളുടെ അമ്മയും പെങ്ങളും കൂടെ നിർബന്ധിച്ചാണ് അത് എഴുതി കൊടുത്തത്. എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ നല്ല കുടുംബമൊക്കെ നോക്കുമായിരുന്നു. ഈ 1 കൊല്ലം മുമ്പ് ആ പെമ്പർനോത്തിയും കൊണ്ട് വന്ന കാലം തൊട്ട് ഞങ്ങളെ നോക്കുകയില്ല. അന്ന് തൊട്ട് ഒരു പീഡനമാണ്. 2 പേരും കൂടിയാണ്. വീട്ടിലെ കിടക്കകൾ നശിപ്പിക്കുകയും ഉള്ളിൽ പ്രവേശിപ്പിക്കാതെ വീട് അടച്ചിടുന്നതായും ഇവർ പറയുന്നു. പലതവണ കട്ടപ്പന പോലീസിൽ പരാതി നൽകുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് വൃദ്ധ ദമ്പതികളുടെ പരാതി. വീടിനുള്ളിൽ പ്രവേശിപ്പിക്കാത്തതിനാൽ ദിവാകരൻ പുറത്തുള്ള തൊഴുത്തിലാണ് അന്തിയുറങ്ങുന്നത്. നഗരസഭാ അധികൃതരും പോലീസും വിഷയത്തിൽ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കമലമ്മ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.